ഇന്ന് വാർത്ത വായിക്കാൻ നമ്മുടെ സുഹൃത്തുമുണ്ട്. അപ്പം ഇന്നാണ് ആ ദിനം. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പെൻറ്റഗണിൽ നിന്ന് വളരെ ഇപ്പോൾ അടുത്ത ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അടുത്ത 48 മണിക്കൂർ അല്ലെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ ഒരു ശക്തമായ മുന്നേറ്റം ഇറാനിൽ നടക്കും എന്നാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നത്. പലതരം റിപ്പോർട്ടുകൾ ഞാൻ സംസാരിച്ച പലരും എനിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത് ഒരു പക്ഷേ മെയിനായിട്ട് അവർ പറയുന്ന കാര്യം ഒരു പക്ഷേ അവിടുത്തെ പവർ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് കറണ്ട്, പ്രത്യേകിച്ച് ടെഹ്റാൻ നഗരത്തിലേക്ക് കറണ്ട് കൊടുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലൈനുകളൊക്കെ, ആ ലൈനുകൾ നശിപ്പിക്കുക എന്നതായിരിക്കാം ഒരു പക്ഷേ ഇവർ ചെയ്യാൻ പോകുന്നത്. അതല്ലെങ്കിൽ അടുത്തതായിട്ട് പറയുന്നത് പിന്നെ പാലങ്ങൾ കുറേ, ഒരു പാലം, ഏറ്റവും വലിയൊരു പാലം നശിപ്പിച്ചു ഇതിനോടകം തന്നെ. അപ്പം ട്രംപ് പറഞ്ഞിരുന്നത് ഒരു കപ്പലിനെ ആക്രമിച്ചാൽ, ഹോർമുസ് കടലിൽ കൂടി പോകുന്ന ഒരു കപ്പൽ ആക്രമിച്ചാൽ ഒരു പാലം തകർക്കും, വലിയ പാലങ്ങൾ. അതുപോലെ ഒരു പാലം തകർത്തു. അടുത്തതായിട്ട് നമുക്കറിയാം ബെഞ്ചമിൻ നെതന്യാഹു ഇവിടെ വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അദ്ദേഹം ഇവിടെ ലിൻസി ഗ്രഹാം എന്ന ഒരു അമേരിക്കൻ രാഷ്ട്രീയക്കാരൻ്റെ ഫ്യൂണറലിന് വേണ്ടി വന്നിരുന്നു. ആ സമയത്ത് അതിൽ പങ്കെടുത്തിരുന്നു. കാരണം ലിൻസി ഗ്രഹാം ഇസ്രായേലിന് വേണ്ടി വാദിച്ചിരുന്നു. ഇപ്പം മൈക്ക് ഹക്കബി അവിടുത്തെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ അംബാസഡറാണ്. അതുപോലെയുള്ള വ്യക്തികളൊക്കെ വളരെ പ്രാധാന്യം ഇസ്രായേലിൻ്റെ ഭാവിയിലും അതിൻ്റെ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അപ്പം അവരുടെ ശവസംസ്കാരത്തിന് വേണ്ടിയാണ് നെതന്യാഹു ഇവിടെ വന്നത്. അപ്പോൾ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന വിവരങ്ങളിൽ വേറൊരു വാർത്ത വരുന്നത്, ഒരു പക്ഷേ 100,000-ഓളം അമേരിക്കൻ സൈനികരെ ഇറാഖിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർഗ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ഏറ്റവും വീട്ടിലെ എണ്ണ വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ളതാണ് കാർഗ് ഐലൻഡ്, ഇറാന്റെ കാർഗ് ഐലൻഡ്. അപ്പോൾ ഈ കാർഗ് ഐലൻഡ് ഒരു പക്ഷെ പിടിച്ചടക്കാം. 100,000 പട്ടാളക്കാർ അതിന് സജ്ജമായി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. വേറൊരു പക്ഷം പറയുന്നത് വെച്ചാൽ ഒരു പക്ഷെ അവിടെ പിക്കാസ് മൗണ്ടൻ, ഈ പിക്കാസ് മൗണ്ടനിലാണ് ആണവായുധം, ന്യൂക്ലിയർ ഇത് ഒളിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ 3 തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഒപ്പം തന്നെ പെൻറ്റഗണിൽ നിന്നും പീറ്റ് ഹെഗ്സത്ത്, അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത്, അതോടൊപ്പം തന്നെ കെയ്ൻ, ഈ സ്പോക്സ് പേഴ്സൺ, പെൻറ്റഗൺ സ്പോക്സ് പേഴ്സൺ, അവരും നൽകുന്ന സൂചന പ്രകാരം എന്തോ ഒരു വലിയ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുത്തിരിക്കുന്നു. നമുക്കറിയാം ട്രംപ് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ അദ്ദേഹം അവസാന നിമിഷം വേണമെങ്കിൽ അദ്ദേഹം പറയാം, അവരെൻ്റെ കാല് പിടിച്ചു, ക്ഷമിക്കാൻ പറഞ്ഞു, ഒരു അവസരം കൂടി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതും സംഭവിക്കാം. കാരണം ട്രംപാണ് ആള്, നമ്മളിത് കുറേ കണ്ടതാണ്. കാരണം അങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഒരു പക്ഷേ ഒരു അടി ഉണ്ടാകാം. നവംബറിൽ ആഭ്യന്തര ഡൊമസ്റ്റിക് ഒരു എലക്ഷൻ നടക്കാൻ പോകണം അമേരിക്കയിൽ. അപ്പോൾ ആ എലക്ഷനിൽ ട്രംപിൻ്റെ പാർട്ടിക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇവിടെ ഭൂരിപക്ഷം കുറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് സ്വപ്നം കാണുന്ന അടുത്ത 2 കൊല്ലത്തേക്ക് 2028 ഇവിടെ ഇലക്ഷനാണ്. ആ 2 കൊല്ലത്തിൽ സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും കോൺഗ്രസിൻ്റെയും സെനറ്റിൻ്റെയും ഒന്നും അപ്രൂവൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ഭൂരിപക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കില്ല. ഒപ്പം തന്നെ ഇവിടെ പ്രതിപക്ഷം ഇല്ലാത്ത ഡെമോക്രാറ്റിക് പാർട്ടി ഇല്ലാതെയായി. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പവർ ലൈൻസ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ടെഹ്റാൻ നഗരം ഇരുട്ടിലാഴും, അന്ധകാരത്തിൽ ആഴ്ന്നു പോകും. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാലുള്ള സാഹചര്യം, ഒരു ദിവസം അരമണിക്കൂർ പവർ കട്ട് ഉണ്ടാവില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ സണ്ണി വൈദ്യുതി മന്ത്രി വന്നിട്ട് കറണ്ട് കളഞ്ഞുപോലെ പവർ കട്ട്. നമ്മൾ എന്തുമാത്രം ഒരു കറണ്ട് പോകുമ്പോഴേക്കും നമ്മൾ എന്തുമാത്രം ഇത് ചെയ്യുന്നു. ഇത് ഒരു 10 കൊല്ലത്തേക്ക് ആ കറണ്ട് പോയാൽ എന്തായിരിക്കും ടെഹ്റാൻ നഗരത്തിന്റെ സ്ഥിതി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ട്രംപ് അതിന് തുനിയുമോ? അതല്ലെങ്കിൽ ഇപ്പോൾ കാർഗ് ഐലൻഡ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഹോർമസ് കടലെടുക്കുക. കാരണം ഇറാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇറാൻ ആഗ്രഹിക്കുന്നത്, കാരണം അടുത്ത ഭാഗമാണ് ഇറാന്റെ യുദ്ധം. ഇറാന്റെ ആവശ്യം ട്രംപ് പട്ടാളത്തിനെ കൊണ്ട് ഇറാനിൽ ചെല്ലണം എന്നാണ്, ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്. അത് നടക്കുമോ ട്രംപിന്? അത് ട്രംപിനും സാധിക്കില്ല, ഇറാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറാൻ ജയിച്ചേക്കാണ്. കാരണം ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്, പട്ടാളത്തിനെ ഈ ഗ്രൗണ്ടിൽ ഇറക്കുക എന്നുള്ളതാണ്. അതിന് ട്രംപിന് ഒട്ടും താല്പര്യമില്ല. അപ്പം നമ്മൾക്ക് അറിയാൻ സാധിക്കുക
എന്തായിരിക്കും ഈ അടുത്ത 48 മണിക്കൂറിൽ? എന്തോ വലിയൊരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ നെത്തിന്യാഹു ഇവിടെ ഉണ്ടായിരുന്നു, പെന്റഗൺ അതിന് ആസൂത്രണം നടത്തുന്നുണ്ട്. നമ്മുടെ ആളെന്തോ കണ്ട് ഓടിപ്പോയി. എവിടെയോ ഈ റോട്ടിൽ കൂടെ പട്ടി നടന്നു പോകുന്ന സമയത്ത് അവര് എന്തെങ്കിലും കാണുമ്പോഴേക്കും അവർക്ക് അസൂയാണല്ലോ, വേറൊരു പട്ടി വേറൊരു രാജാവ് ഈ കാട്ടി വളരെ അവര് അങ്ങനെ കണ്ടപ്പോൾ ഓടിപ്പോയി. അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ സൂക്ഷ്മതയോടെ കാത്തിരിക്കുന്നത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ എന്തായിരിക്കും ഇറാനിൽ നടക്കാൻ പോകുന്നത്? ഒരു കാര്യം വ്യക്തമാണ്, ഒന്നില്ലെങ്കിൽ ട്രംപ് വന്ന് പറഞ്ഞില്ല എങ്കിൽ അതായത് അവരെന്റെ കാല് പിടിച്ചു, ഞാനപ്പോൾ ക്ഷമിച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ല എങ്കിൽ അടുത്ത 48 മണിക്കൂറിൽ നല്ലൊരു അടി തന്നെ ഒരു പക്ഷേ ഇറാനിൽ നടക്കുമെന്നാണ് ഇത്. അപ്പൊ ഇന്നാണ് ദിവസം അവസാനിപ്പിച്ച് വരണമെന്ന് പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് പീറ്റ് ഹെഗ്സെത്ത് തന്നെ ഒരു ഉദാഹരണം, എപ്പോഴും ബൈബിൾ വചനങ്ങളൊക്കെ എടുത്ത് പറയുന്ന വ്യക്തിയാണ് പീറ്റ് ഹെഗ്സെത്ത്. അപ്പോൾ അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ 13 വയസ്സുള്ള മകൻ വന്നിട്ട് ചോദിച്ചു എന്തിനാണ് ഈ യുദ്ധങ്ങളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു. അദ്ദേഹം ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം അദ്ദേഹം ഉത്തരം പറഞ്ഞത്, നമ്മൾ ഈ തലമുറ, ഇപ്പൊ ഈ പട്ടാളം ഈ തലമുറ യുദ്ധം ചെയ്യുന്നത് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ്, അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ വാക്കുകളിലൊക്കെ എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗത്തിനുള്ളിൽ പെന്റഗൺ ബ്രീഫിംഗിൽ പറഞ്ഞതാണ്, അടുത്ത തലമുറ, അമേരിക്കയിൽ വളർന്നു വരുന്ന അടുത്ത തലമുറ ഒരു യുദ്ധത്തിലേക്ക് അവരെ വിടാതിരിക്കുന്നതിനും ഇറാന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടായി കഴിഞ്ഞാൽ എന്നും അമേരിക്കയ്ക്ക് ഒരു തലവേദനയായി നിൽക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു യുദ്ധത്തിന് വേണ്ടി തുനിയുന്നതും ഇപ്പൊ പോയിരിക്കുന്ന പട്ടാളക്കാരും പറ്റിയൊക്കെയാണ് പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞത്. ഒപ്പം തന്നെ സ്പോക്സ്മാൻ ജനറൽ കെയ്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത 48 മണിക്കൂർ നമ്മൾ കാത്തിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങളോട് ലൈവായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും എന്തൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ കൈയോടെ നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും.